ഇതാണ് എന്റെ ബാഗ്. ഇങ്ങനെ എടുത്ത് ഞാൻ സുരേഷ് ഗോപി മോഡിലാവും. എന്നിട്ട് തുറന്നിട്ട് പറയൂ ഇടൂ. എന്റെ ബാഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമുള്ള ഒരു സാധനമാണ്. ഞാൻ കാണിച്ചത് എന്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്. ഹായ് എവ്രിവൺ, ലക്ഷ്മി ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവരും എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ബാഗിൽ എന്താണെന്ന് എല്ലാവർക്കും കാണണം. ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ബാഗിൽ എന്തൊക്കെയാ ക്യാരി ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്റെ ബാഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമുള്ള ഒരു സാധനമാണ്. അത് താങ്ങാത്ത ഒന്നുമില്ല. പലപ്പോഴും എന്റെ ഹസ്ബൻഡ് ചോദിക്കും, എന്റെ ലച്ചു കുറച്ച് സാധനം എടുത്ത് മാറ്റി വെക്കുന്നതിനോ ഇത്ര സാധനം കൊണ്ട് കാര്യമായിട്ട് തോട് വേദനിക്കുന്നു പറയുക. എനിക്കാണ് എന്തൊക്കെ വെച്ചാലും മതി. അതെന്റെ വീട് കൊണ്ടുവരാൻ പറ്റുമോ, ഞാൻ അതുവരെ കൊണ്ടുവന്നേനെ എന്റെ ബാഗില്. അപ്പൊ അങ്ങനത്തെ ഒരു ബാഗാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, എന്റെ അത്രയും സൈസ് ഉണ്ട് എന്റെ ബാഗ്. ഇതാണ് ഞാൻ ക്യാരി ചെയ്യുന്ന ബാഗ് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ മേടിച്ചിട്ട്. ഇതിനകത്ത് എനിക്ക് എന്റെ കിൻഡില്, ബുക്സ്, അത് സ്കിൻ കെയർ ഒക്കെ ഞാൻ സാധനം ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അത് ഞാൻ റീസെന്റ് ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ മാറ്റിയില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് ഡിസൈനർ ബാഗ്സ് യൂസ് ചെയ്യുന്ന ആളല്ല. വളരെ അപൂർവമായ ബാഗ്സ് മാത്രമേ ഉണ്ട്. അതങ്ങനെ ഭയങ്കരമായിട്ട് ഡെയിലി വെയറിലൊന്നും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. വാട്ട്സ് ഇൻ മൈ ബാഗിലും ഡിസൈനർ ബാഗ്സാ കാണുന്നത്. ഞാൻ യൂസ് ചെയ്ത് എന്റെ ഈ ബാഗിന്റെ പേര് ബെസ്സി എന്നാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. ഇത് വലിയ ബാഗ്, മക്കൾ തന്നെ കാണുമ്പോൾ എന്റെ അത്രയുണ്ട്. ഇതാണ് എന്റെ ബാഗ്. ഞാൻ കാണിച്ചത് എന്റെ ബാഗിൽ എന്തൊക്കെയാന്നുള്ളത്. ഒരു ചെറിയ പൗച്ചിന്റെ കയ്യിൽ കിട്ടി. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. എല്ലാവരും വിചാരിക്കും മെഡിസിൻസ്. ചിൽഡ്രൻ, ഐ മീൻ മൈ ലേറ്റ് 30s. I would require some medicines. അപ്പൊ അത്യാവശ്യമുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ ഏതെങ്കിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറുകൾ തരാൻ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് ഞാനപ്പോ ഈ തങ്ങ് തുറന്ന് ഇങ്ങനെ എടുത്ത് ഞാൻ സുരേഷ് ഗോപി മോഡിലാവും. എന്നിട്ട് തുറന്നിട്ട് പറയൂ ഇടൂ എന്ന് പറയും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗ്. ഓക്കെ. പിന്നെ DFO സ്പ്രേ, മുട്ടുവേദന, തണ്ടൽ വേദന, നടുവേദന. പിന്നെ എന്റെ കയ്യിലുള്ളത് ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതെന്ന് പറഞ്ഞ കട്ട്ലറി പൗച്ചാണ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും കട്ട്ലറി പൗച്ച്. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഹാൻഡിയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും. ക്ലിപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ പൗച്ച് ഉണ്ട്. ദിസ് ഇസ് ഫോർ വിമൻസ് തിങ്സ്. എനിക്ക് വിമൻസ് തിങ്സ് എപ്പോഴും ഞാൻ ഒരു പൗച്ചിൽ സെപ്പറേറ്റ് ക്യാരി ചെയ്യും. യു നീഡ് എ ടാംപോൺ, യു ഹാവ് മെൻസ്ട്രൽ കപ്പ്, അതുപോലെ തന്നെ പാൻറ്റി ലൈനേഴ്സ്, യു ഹാവ് ലൈക്ക് മെൻസ്ട്രൽ ക്രാംസ് കളയുന്ന പെയിനിന്റെ റോൾ ഓൺ ആണ്. ഇതൊക്കെ ഞാനൊരു പൗച്ചിൽ വെച്ചിരിക്കുവാണ്. പിന്നെ ഇങ്ങനൊരു പൗച്ചുണ്ട്. ചില പൗച്ചസ് ഒക്കെ ഇങ്ങനെ ബ്രാൻഡുകളുടെ നിന്നൊക്കെ കിട്ടുന്നതാണ്. എനിക്ക് ചെറിയ ശ്വാസമുട്ടിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇൻഹേലർ ഉണ്ട്. ഒരു ചായ കുടിക്കുന്ന ബാഗാണ്. ആപ്പിൾ സ്ട്രൂഡൽ ടീ, നല്ല ഡെസേർട്ടിന്റെ ഒക്കെ ടേസ്റ്റ്. അപ്പൊ ഒരു തിളച്ച വെള്ളത്തിൽ ഇത്തിരി ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാനൊക്കെ തോന്നുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ DFO ജെൽ എന്റെ ഫേവറേറ്റ് ആണ്, എന്തെങ്കിലുമൊക്കെ വേദനകൾ, ഏക്സിനൊക്കെ. പിന്നെ ഇത് നല്ലതാണ് എന്തെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ലോങ് ട്രാവൽസ് ഒക്കെ വരുമ്പോൾ പ്ലിക്സിന്റെ ഡീപ് സ്ലീപ്പ് മിന്റുകളാണ്. ഇതെന്ന് പറയുന്നത് എഗൈൻ പ്ലിക്സിന്റെ തന്നെ ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്. അപ്പം എനിക്കൊന്ന് ദാഹമൊക്കെ വരാൻ ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കരിക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. മൗത്ത് വാഷുകളാണ്, സിംഗിൾ യൂസ്. നമ്മൾ ചില സമയത്ത് ഈ ഡെമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പിള്ളേരുടെ അടുത്ത് പോകുമ്പോൾ സ്മെല്ല് ഇഷ്ടമല്ല. ഞാൻ വല്ല മത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ മാർത്ത് പോകുമ്പോൾ ഈ മത്തിയുടെ ഒന്ന് സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ മൗത്ത് വാഷ് യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് സിംഗിൾ യൂസ് മൗത്ത് വാഷുകളുണ്ട് എൻ്റെ കയ്യിൽ. ഇവിടെ പിള്ളേർ ചിരിക്കുന്നു എന്റെ ഇതൊക്കെ കണ്ടിട്ട്. ബിഹൈൻഡ് ദ സീൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോസ് വാട്ടർ ആണ്. എനിക്ക് ജ്യൂസി കെമിസ്ട്രിയുടെ ആണ് റോസ് വാട്ടർ ഭയങ്കര ഇഷ്ടം. ഇത് ബൾഗേറിയൻ റോസ് വാട്ടർ ആണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോ പുതിയ ബോട്ടിലാണ്. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഫേസ് ടവൽസിന്റെ ഭയങ്കര ഹാൻഡി, ഭയങ്കര ക്വർക്കി ആയിട്ടുള്ള സാധനം. നമ്മൾ ഈ ജ്യൂസി കെമിസ്ട്രിയുടെ റോസ് വാട്ടർ ഞാൻ ഇതിനകത്ത് നിറയ്ക്കും. ഓക്കെ, ഞാനിപ്പോ നിറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ജ്യൂസി കെമിസ്ട്രിയുടെ റോസ് വാട്ടർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവര് ജനറലി ഒരു ബ്ലൂ ബോട്ടിലാണ്. ഇതിപ്പോ ഞാൻ തുറന്നിട്ട് ഞാൻ ഇതുപോലെ റോസ് വാട്ടേഴ്സ് ഇതിലേക്ക് ഒഴിച്ചു വെക്കും. ഒരുപാടല്ല, കുറച്ച് ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെക്കും. എന്റെ ട്രാവൽ പോലെയാണ്. എന്നിട്ട് ഇതിനൊരു പമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഈ പമ്പിൽ കൂടെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ താഴേന്ന് ഈ ടവൽ ഇങ്ങനെ എടുക്കും. ഒരു ടവൽ എടുത്തു അടച്ചു വെച്ചു. ഈ ടവൽ ഇവിടെ വെക്കണം. വെച്ചിട്ട് ഇതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഈ റോസ് വാട്ടർ നിറഞ്ഞിട്ട് റോസ് വാട്ടർ മിസ്റ്റ് ഉള്ള ടവലാവും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കും തുടങ്ങി. ഇതാണ് ബേസിക്കലി ചെയ്തത്. നമുക്ക് നല്ല റിഫ്രഷ് ചെയ്യും, നമുക്ക് നല്ല സുഖമായിരിക്കും. ഇതാണ്. അപ്പൊ നമുക്ക് ഹാൻഡി ആയിട്ട് റോസ് വാട്ടറും കൊണ്ടുപോകാം. നിങ്ങൾ വിചാരിക്കും മാമിന്റെ എന്തൊക്കെ സാധനങ്ങളാണ്. ഇങ്ങനത്തെ വികൃതമായ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എന്തെങ്കിലും കുറെ വിചിത്രമായ സാധനങ്ങളുണ്ട്. യെസ്, എന്റെ സൺഗ്ലാസസ് ആണ്. നീല കളറിലെ ഇരിക്കുന്ന, ഒട്ടും മാച്ച് അല്ല. ഇവിടെ നല്ല വെയിലും ഒക്കെയാണ്. അപ്പം സൺഗ്ലാസ് വേണ്ട. കോഫ്സിൽസ് കുറച്ച് കഴിച്ചു, കുറച്ച് ബാക്കി. ടിഷ്യൂ, പിന്നെ പേനകൾ. എനിക്ക് പേനകൾ ഇഷ്ടം. സാധാരണ പേനയുണ്ട്, പിന്നെ ഇങ്ങനെ വിചിത്രമായ പേനകളൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്.
ഇത് ഒരു ബീഡ പോലെ ഇരിക്കും. അതിനെ കാണുമ്പോൾ ഇങ്ങനെ തലയിട്ട് ആട്ടാനും. സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പം ഞാൻ ഈ പേന വെച്ച് ഇങ്ങനെ എഴുതിയപ്പം അപ്പുറത്തെ സൈഡിലേക്കുള്ള കുട്ടികൾ വന്നിട്ട് ഞാൻ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മിഷൻ സക്സസ്ഫുൾ. പിന്നെ ആടാത്ത കപ്പ് കേക്ക് പേന, അത് ആടത്തില്ല. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് കോംപീഡിന്റെ സ്റ്റിക്കേഴ്സ് ആണ്. ഇപ്പം നമുക്ക് ഈ ഷൂ ബൈറ്റ് ഒക്കെ വരുമ്പോൾ ഷൂസ് കുറെയൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ ഒട്ടിക്കാനുള്ള ഷൂ ബൈറ്റിന്റെ സ്റ്റിക്കേഴ്സ് ആണ്. എന്റെ വാലറ്റ് ആണ്. വാലറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടാങ്കിൾ ടീസർ, പിന്നെ ഒരു ഫെമിനിൻ വൈപ്സ്. ഇത് ആക്ച്വലി എന്റെ കിറ്റിലേക്ക് വേണ്ട സാധനം ഞാൻ വീട്ടിൽ മറന്നത് കൊണ്ട് ഞാൻ എന്റെ ബാഗ് എടുത്തിട്ടതാ. പിന്നെ എനിക്ക് ഈയിടയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫാൻ. ഫാൻ എന്റെ കയ്യിൽ പണ്ടേ ഉണ്ട്, പക്ഷെ ഈ ഫാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഫാൻ നല്ല കാറ്റാ. എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഭയങ്കര കാറ്റാണ്. അതുകൂടാതെ തണുക്കും ചെയ്യും. ഇതിന് എന്തോ 5 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ. നമുക്ക് വിചിത്രമായ സാധനങ്ങളൊക്കെ എനിക്കൊരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. പിന്നെ ഓഫ് കോഴ്സ് എന്റെ എയർപോഡ്സ് പോലത്തെ ഹെയർ ഇതിടുന്നത്, കണ്ണാടി, പിന്നെ എന്റെ ഫോൺ, പിന്നെ എന്റെ പെർഫ്യൂം ഇല്ലാത്ത ജീവിതമേ എനിക്കില്ല. പെർഫ്യൂംസ് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന പെർഫ്യൂമാണ്. ഇത് ബ്രാൻഡ് സോജോഫിന്റെ കാസമറാറ്റി ലൈനിലെ ഇറ്റാലിക്ക എന്ന് പറഞ്ഞ പെർഫ്യൂമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഗോർമോൺ ഫ്രേഗ്രൻസസ് ആണ് ഇഷ്ടം. പിന്നെ ലിക്വിഡ് സ്റ്റീവിയ. ഞാൻ ചായ, കാപ്പി തുടങ്ങിയ സാധനങ്ങളിൽ സ്റ്റീവിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കഴിച്ച ഉടനെ ഞാൻ ചിലപ്പോൾ ചോക്ലേറ്റ് കഴിക്കും. അതാണ് വ്യത്യാസം. ആരോടും പറയരുത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് എന്റെ ഈ പൗച്ച് എന്റെ ഹസ്ബൻഡ് തന്ന പൗച്ചാണ്. ലവ് ലെറ്റു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല. ഹെയർ ടൈ ഇതിനകത്തും ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ഷാർലറ്റ് ടിൽബറിയുടെ ഇതാണ് പ്രസ്ഡ് പൗഡർ ആണ്, പെർഫ്യൂംസ് ഉണ്ട്, 2-3 ബ്രഷുകൾ ഉണ്ട്, ഫേവറേറ്റ് ലിപ് ലൈനർ ഉണ്ട്, മാക്കിന്റെ വൈനോ എന്റെ ഫേവറേറ്റ് ആണ്. കോഴ്സ് എനിക്ക് ക്രച്ചസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞ ലിൻറ്റ് റോളർ പോലെയാണ്, ജസ്റ്റ് ക്ലീൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ബ്രഷാണ്. എനിക്ക് ഡീപോട്ട് ചെയ്തിരിക്കുന്ന ഇഷ്ടം പോലെ പെർഫ്യൂംസ് ഉണ്ട് ഇതിനകത്ത്. ദിസ് ഇസ് ഫ്രം അമുവാജ്. പിന്നെ ഇത് സെഫോറയുടെ 01 ഓൾവേസ് റെഡ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആട്ടോ. അതിന്റെ കൂടെ ഞാൻ കൈലി ജെന്നറിന്റെ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു വിക്സ് അല്ല, വേപ്പറിൻ എന്ന് പറഞ്ഞൊരു കോൾഡ് റബ്ബ് ഉണ്ട്, ഐ ഡ്രോപ്സ് ഉണ്ട് ഡിസ്പോസിബിൾ, പിന്നെ ഡോക്ടർ ജോർജ്സിന്റെ മോയ്സ്ചറൈസറിന്റെ സെറ്റ് ഉണ്ട്, കുറെ പെർഫ്യൂം വയൽസ് ഉണ്ട്, ബർബറി ഗോഡസ് ഉണ്ട്, പിന്നെ ഇതുണ്ട്. പിന്നെ ഐ ഹാവ് ഹാൻഡ് ക്രീം. എനിക്ക് റെപ്ലിക്ക മേസൻ മോർജിയല ബൈ ദ ഫയർ പ്ലേസിന്റെ ഹാൻഡ് ക്രീം ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ലാണ്. പിന്നെ ലോങ് കോമിന്റെ ഇഡോൾ ഫ്രേഗ്രൻസ് ഉണ്ട്. അങ്ങനെ കുറെ ഫ്രേഗ്രൻസസിൽ മുങ്ങിയിരിക്കുന്ന ഒരു ജീവിതമാണ് എന്റെ. ഇതൊക്കെയാണ് എന്റെ മെയിൻ ഉള്ളത്. പിന്നെ ഒരു വയറുണ്ട് ഇതിന്റെ ഉള്ളിൽ, ഇനി മാസ്ക് ഉണ്ട്, പിന്നെ എന്തൊക്കെ പേപ്പർ കഷ്ണങ്ങളുണ്ട്. പിന്നെ എന്റെ കീസ് ഉണ്ട്, വീട്ടിലെ കീ എന്നൊക്കെ പറഞ്ഞ കുറെ കീസ് ഉണ്ട്. വേറെ ഒന്നും ഇല്ല മക്കളെ. ഇതൊക്കെയാണ് എന്റെ ബാഗ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഇത് ഭയങ്കര അട്രാക്ഷൻ ആണ്. എനിക്ക് ചാംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന ചാംസ് എനിക്ക് ഇഷ്ടമായിട്ട് മേടിച്ചത്. ഇതൊരു ടെഡി ബെയർ ആണ്. പിന്നെ ഇതൊരു ഗ്ലാസ്സിൽ വൈൻ ഒഴിച്ചിരിക്കുന്ന പോലെ. പിന്നെ ജസ്റ്റ് ബ്ലിങ്സ്. എനിക്കിങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എന്റെ ബാഗ്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു സിബ് ഉണ്ട്. ഈ സിബ് ഞാൻ തുറന്നിട്ടും കൂടി ഇല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇല്ല, ഒന്നുമില്ല. ഓക്കെ, സോ ഇതാണ് എന്റെ ബാഗ്. ഐ ഹോപ്പ് ദ വീഡിയോ വാസ് ഹെൽപ്ഫുൾ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ. കാരണം കുറേ ജങ്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത്ര ഒന്നും ക്യാരി ചെയ്യരുത്. സത്യം പറഞ്ഞാൽ തോള് വേദനിക്കും. 30 വയസ്സുവരെ ഒക്കെ 35-ന് ശേഷം ഇത്ര വെയിറ്റൊക്കെ ക്യാരി സത്യമായിട്ട് തോള് വേദനിക്കും. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന, എന്നാലും ഞാൻ ക്യാരി ചെയ്യും. ഞാൻ സെപ്പറേറ്റ് ബാഗിലാണ് ക്യാരി ചെയ്യുന്ന കുറച്ചൊക്കെ ചില സമയത്ത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഐ സീ യു ഗൈസ് അഗൈൻ ലേറ്റർ. ടേക്ക് കെയർ, ബൈ.